സത്യം തിരുവോണമാണ് എങ്കിൽ കൂടിയും ഗുരുവായൂർ വിശേഷങ്ങളൊക്കെ ഒന്ന് നോക്കാം അല്ലേ? അതെ, നിതിൻ തോമസ് ചേരുന്നുണ്ട് വിശദ വിവരങ്ങളുമായി. അവിടെ നിന്നും നിതിൻ, ഗുഡ് മോർണിംഗ്. തിരുവോണ ദിനാശംസകൾ ഒരിക്കൽ കൂടി. ഭക്തജന തിരക്ക് ഒരുപാടുണ്ടോ? എല്ലാവരും ഈ ദർശനം കഴിഞ്ഞ് തിരിച്ച് ഓണസദ്യ ഉണ്ണാനുള്ള പോക്കിൽ ആ തിരക്കിലാണോ? എന്താണ് വിശേഷങ്ങൾ? ഓണം ആഘോഷിക്കുന്നതിന് മുമ്പ് ഗുരുവായൂരപ്പനെ കണ്ട് തൊഴുത് അതിനുശേഷം ഓണം ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് ഒട്ടനവധി മലയാളികൾ ഇവിടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് തിരുവോണ ദിനത്തിൽ രാവിലെ മുതൽ തന്നെ ഗുരുവായൂർ അമ്പലത്തിൽ വളരെ വലിയ രീതിയിലുള്ള തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അമ്പലനടയിൽ തന്നെ അതിമനോഹരമായ ഒരു അത്തപ്പൂക്കളവും ഇവിടേക്ക് കടന്നു വരുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുണ്ട്. ആ അത്തപ്പൂക്കളത്തിൻ്റെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കാനും മറ്റുമായി നിരവധി ആളുകളാണ് ഇവിടേക്ക് തടിച്ചുകൂടിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇനി ഇവിടെ നിന്ന് ഗുരുവായൂരപ്പനെ കണ്ട് തൊഴുതതിന് ശേഷം വേണം ഇവിടെ നിന്ന് വീണ്ടും വീടുകളിലേക്ക് ചെല്ലാൻ, ഓണസദ്യ ഒരുക്കാൻ. ചേട്ടാ, ഓണമൊക്കെ എന്തായി? ഓണമൊക്കെ അടിപൊളി. അടിപൊളി. എങ്ങനെ രാവിലെ ഗുരുവായൂരപ്പനെ തൊഴുതിട്ടാണോ ഓണം ആഘോഷിക്കാൻ പോകുന്നത് ഇനി വീട്ടിലോട്ട്? തൊഴുതില്ല, ഇന്നലെ രാത്രി തൊഴുത, ഇന്നൊന്നും കൂടി കയറിയിട്ട് പോകാൻ വേണ്ടിയിട്ട്. എവിടുന്ന വരുന്നത്? മാഹിന്ന് ഇവിടം വരെ വന്നതാ ഇതിനു വേണ്ടിയിട്ട്. ഇനി ഓണസദ്യ ഇപ്പോൾ എവിടുന്ന? ഇനിയിപ്പോൾ ഓണസദ്യ ഇവിടുത്തെ തിരക്ക് നോക്കിയിട്ട് അല്ലെങ്കിൽ പുറത്തുനിന്ന് കഴിക്കണം. അപ്പോൾ ഹാപ്പി ഓണം. അങ്ങനെ ഇപ്പം കണ്ടില്ലേ, മാഹിയിൽ നിന്നാണ് ചേട്ടൻ എത്തിയിരിക്കുന്നത്. അതേപോലെ തന്നെ ഒട്ടനവധി നാടുകളിൽ നിന്ന് എത്തുന്നുണ്ട് ഇവിടെ ഒക്കെ തന്നെ. എങ്ങനെയുണ്ട് ചേട്ടാ ഓണമൊക്കെ? ഭംഗിയായി. 15ാമത്തെ ഓണമാണ് ഇവിടെ ഗുരുവായൂർ. കണ്ടിന്യൂ. എവിടെ വീട്? എവിടെ? കിളിമാനൂർ, തിരുവനന്തപുരം. അതാണ് പറഞ്ഞത്, തിരുവനന്തപുരം. അതായത് ഈ തൃശ്ശൂരുള്ളവർ മാത്രമല്ല ഗുരുവായൂരപ്പനെ കാണാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത്. തിരുവനന്തപുരത്തു നിന്ന് വരെ ആളുകൾ ഇവിടേക്ക് തടിച്ചുകൂടി എത്തിയിട്ടുണ്ട്. ഓണമൊക്കെ എന്തായി? കണ്ണന്റെ കൂടെ ഓണം. കണ്ണന്റെ കൂടെ ഓണസദ്യ എവിടുന്ന? അപ്പോൾ വീട്ടില്. എവിടെ വീട്? എവിടെ? താനൂരാണ്. അപ്പോൾ എപ്പോഴാ എത്തി ഇങ്ങോട്ട്? ജസ്റ്റ് എത്തിയതേ ഉള്ളൂ. പേരെന്താ? സംഗീത. അപ്പോൾ ഈ വർഷം ഗുരുവായൂരപ്പൻ്റെ കൂടെ ആണോ? എല്ലാ വർഷവും ഗുരുവായൂരപ്പൻ. ഈ വർഷം ഇവിടെ വരാൻ പറ്റി, ഒരുപാട് സന്തോഷമുണ്ട്. ശരി. അങ്ങനെ എല്ലാവരും ഗുരുവായൂരപ്പനെ കണ്ട് തൊഴുത് ഓണം ഗുരുവായൂരപ്പനോടൊപ്പം ആഘോഷിച്ച് മടങ്ങാൻ വേണ്ടിയിട്ടാണ് എത്തിയിരിക്കുന്നത്.